എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 22 ശ്ലോകം 22, 23, 24, 25, 26, 27, 28 7 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. കോമളം കൂജയൻ വേണു ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ ഗംഗണപതേ നമ സംസരസ്വത്യേ നമ ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 22. ഹിത്വാ സ്വശിഷ്യാൻ പൈലാദീൻ ഭഗവാൻ ബാദരായണ മഹ്യം പുത്രായ ശാന്തായ പരം ഗുഹ്യമിദം ജഗൗ. പൈലാദീൻ സ്വശിഷ്യാൻ, പൈലൻ മുതലായ തന്റെ ശിഷ്യന്മാരെ ഹിത്വ ഉപേക്ഷിച്ചിട്ട് ബാദരായണ വ്യാസൻ ശാന്തായ ശാന്തനും പുത്രായ പുത്രനുമായ മഹ്യം എനിക്ക് ഗുഹ്യം ഇതം രഹസ്യമായ ഇതിനെ ജഗൗ ഉപദേശിച്ചു. തന്റെ പേരില് ആ പിതാവിന് ഉണ്ടായിരുന്ന അതിവാത്സല്യത്തെയും അനുഗ്രഹത്തെയും ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷിത്ത് മഹാരാജനോട് പറയുകയാണ്. സർവജ്ഞനായ ആ ബാദരായണ മുനി, അതായത് വേദവ്യാസൻ, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിട്ടുള്ള പൈലാദികൾക്ക് ഒന്നും ഉപദേശിക്കാതെ കാമക്രോധാദി ദോഷങ്ങളിൽ നിന്ന് വിട്ടിരിക്കുന്നവൻ എന്നുള്ള അനുഗ്രഹ ബുദ്ധി നിമിത്തം ശാന്തനും പുത്രനുമായ എനിക്ക് ഈ ഏറ്റവും രഹസ്യമായ ഈ ഭാഗവതം ഉപദേശിച്ചു. അദ്ദേഹത്തിന്റെ അനുഗ്രഹ മൂലമാണ് എനിക്ക് അദ്ദേഹം ഇത് ഉപദേശിച്ചു തന്നത് എന്ന് പറയുന്നു. ഭഗവാനായതുകൊണ്ട് കേവലം പുത്രൻ എന്ന ഭാവത്തിലല്ല എനിക്ക് ഇതിനെ ഉപദേശിച്ചത്, ശാന്തത്വാദി ഗുണം നിമിത്തം. അത് ഞാൻ ഇതിന് അർഹനാണ് എന്ന് കണ്ടതുകൊണ്ട് മാത്രമാണ് ഉപദേശിച്ചത് എന്ന് ശ്രീ ശുഖബ്രഹ്മർഷി അത് വ്യക്തമാക്കണം. അതായത് അർഹതയുള്ളവർക്ക് മാത്രമേ ഈ ഭാഗവതം ഉപദേശിക്കാൻ പാടുള്ളൂ എന്നാണ് അതിന്റെ സാരം. വിചിത്ര വീര്യോധോ വാഹ കാശിരാജസുതേ ബലാൽ സ്വയംവരാ ഉപാനീതേ അംബികാംബാലികേ ഉഭേ. അതിൽ പിന്നെ വിചിത്രവീരൻ വിവാഹമണ്ഡപത്തിൽ നിന്ന് ഭീഷ്മരാൽ ബലാത്കാരേണ കൊണ്ടുവരപ്പെട്ട, ഭീഷ്മര് ബലാത്കാരമായിട്ടാണ് കൊണ്ടുവന്നത്, കാശിരാജപുത്രിമാരായിട്ടുള്ള അംബിക അംബാലിക എന്ന രണ്ടുപേരെ വിചിത്രവീരൻ വിവാഹം ചെയ്തു. തയോരാസക്ത ഹൃദയോ ഗൃഹീതോ യക്ഷ്മണാമൃത. അവരിലെ ആ രണ്ടു ഭാര്യമാരിലും അത്യാസക്ത ഹൃദയത്തോടു കൂടിയ ആളായിരുന്നു. ഒരു അല്ലാതെ അങ്ങനെ വിഷയഭോഗം അനുഭവിച്ച് അങ്ങനെ എന്തും അതിയായ അപകടം എന്ന് പറയില്ലേ, അങ്ങനെ അതിയായിട്ടുള്ള ആസക്ത ആയതുകൊണ്ട് വിചിത്രവീരന് ക്ഷയരോഗം വന്ന് അദ്ദേഹം അന്തരിച്ചു എന്ന് പറഞ്ഞു. ക്ഷേത്രേ അപ്രജസ്യ വൈഭ്രാതു മാത്രോക്തോ ബാദരായണ ധൃതരാഷ്ട്രം ച പാണ്ഡും ച വിദുരം ചാപ്യജീജനൽ. ചിത്രാംഗതന്റെ ഭ്രാതാവായിട്ടുള്ള വിചിത്രവീരന്റെ 3 ഭാര്യമാരിലെ മാതാവിന്റെ ആജ്ഞാനുസരണം വേദവ്യാസൻ ഓരോ പുത്രന്മാരെ ജനിപ്പിച്ചു. അംബികയില് ധൃതരാഷ്ട്രനെയും, അംബാലികയില് പാണ്ഡുവിനെയും, ദാസിയില് വിദുരനെയും ജനിപ്പു. എല്ലാവർക്കും ഒരു സംശയം വരാം, ശാസ്ത്ര നിഷിദ്ധമായിട്ടുള്ള കാര്യല്ലേ വ്യാസൻ ചെയ്തതെന്ന്. അത് അങ്ങനെ ശങ്കിക്കണ്ടെന്ന് പറയണം. അപതിരപത്യലിപ്സുർ ദേവരാൽ ഗുരുപ്രയുക്താൽ ഋതുമതീയാ. ഭർത്താവും സന്താനവും ഇല്ലാതിരിക്കുന്നവൾക്ക് സന്താനകാംക്ഷ നിമിത്തം ഗുരുപ്രേരിതനായ ഭർത്തൃ സഹോദരിൽ നിന്ന് ഗർഭം ധരിക്കാം എന്നുള്ള ശ്രുതിയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് ആപദ്ധർമ്മമായിട്ട് അത്രയും അങ്ങനെ വരുമ്പോൾ മാത്രം ആപദ്ധർമ്മത്തേന സ്വീകരിച്ചിരിക്കുന്നത് കൊണ്ട് ദോഷം ഇല്ല എന്നാണ്, ദോഷത്തിന് അവകാശമില്ല എന്ന് പറയുന്നു. ഗാന്ധാര്യാം ധൃതരാഷ്ട്രസ്യ ജജ്ഞേ പുത്രശതം നൃപ തത്ര ദുര്യോധനോ ജ്യേഷ്ഠോ ദുശ്ശലാ ചാപി കന്യക. ധൃതരാഷ്ട്രന് ഗാന്ധാരിയിലെ പുത്രശതം 100 പുത്രന്മാരും ദുശ്ശലാ കന്യക അപിച്ച ദുശ്ശല എന്ന കന്യകയും ജജ്ഞെ ജനിച്ചു. തത്ര അവരിൽ ജ്യേഷ്ഠൻ ദുര്യോധൻ. അല്ലയോ രാജാവേ, ധൃതരാഷ്ട്രന് ഗാന്ധാരിയില് 100 പുത്രന്മാരുണ്ടായി. പിന്നെ ദുശ്ശല എന്നുപേരായ ഒരു കന്യകയും ഉണ്ടായി. അതിലെ മൂത്ത പുത്രനാണ് ദുര്യോധനൻ. ശാവാൽ മൈഥുനരുദ്ധസ്യ പാണ്ഡോ കുന്ത്യാം മഹാരഥ ജാതാ ധർമാനിലേന്ദ്രേഭ്യോ യുധിഷ്ഠിരമുഖാസ്ത്രയ. മൃഗരൂപത്തില് രതിക്രീഡ ചെയ്തിരുന്ന ഋഷിയുടെയും ഋഷിപത്നിയുടെയും ശാപം നിമിത്തം ഭാര്യാസംയോഗത്തിൽ നിന്ന്
വിരോധിക്കപ്പെട്ടിരിക്കുന്ന പാണ്ഡുവിന്റെ ഭാര്യയായ കുന്തിയില് ധർമ്മരാജാവിൽ നിന്ന് യുധിഷ്ഠിരൻ, വായുദേവനിൽ നിന്ന് ഭീമസേനൻ, ഇന്ദ്രനിൽ നിന്ന് അർജുനൻ എന്നുപേരായ 3 പുത്രന്മാര് ഉണ്ടായി. അവരെ 3 പേരും മഹാരഥന്മാരായിരുന്നു എന്ന് പ്രത്യേകം പറയണം. നകുല സഹദേവശ്ച മാദ്ര്യാം നാസത്യദശ്രയോഃ ദ്രൗപദ്യാം പഞ്ചഭ്യ പുത്രാസ്തേ പിതരോ ഭവൻ. മാദ്രിയില് നാസത്യദശ്രയോഃ, നാസത്യദസ്രന്മാരിൽ നിന്ന് അശ്വിനി ദേവന്മാര്, നകുല സഹദേവച്ച, നകുലനും സഹദേവനും, പഞ്ചഭ്യ 5 പേരിൽ നിന്ന്, ദ്രൗപദിയിൽ പഞ്ചപുത്ര 5 പുത്രന്മാർ, തേ അവർ പിതാക്കന്മാരായിട്ട് അഭവൻ ഭവിച്ചു. പാണ്ഡുവിന്റെ മറ്റൊരു ഭാര്യയായ മാദ്രിയില് അശ്വിനി കുമാരന്മാരിൽ നിന്ന് നകുലൻ, സഹദേവൻ എന്ന 2 പുത്രന്മാരുണ്ടായി. ആ 5 പേരുടെയും ഭാര്യയായിരുന്ന ദ്രൗപദിയില് ഓരോരുത്തരിൽ നിന്നും ഓരോ പുത്രന്മാരുണ്ടായിട്ട് ശ്രീ ശിവബ്രഹ്മർഷി പറയണു, അവര് അങ്ങയുടെ പിതൃവ്യന്മാരാണ് അല്ലെ എന്ന് പറയണു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.